വെൽക്കം ബാക്ക് ടു സൈലം ബാങ്കിങ്. രാജ്യത്തെ ഏറ്റവും വലിയ പബ്ലിക് സെക്ടർ ബാങ്കാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അതിലേക്കുള്ള ഓഫീസർ പോസ്റ്റ്, അതായത് SBI POയുടെ നോട്ടിഫിക്കേഷൻ ഉടനെ വരും എന്ന് നമുക്കറിയാം. എല്ലാ വർഷവും നടക്കുന്ന പ്രീമിയം എക്സാമുകളിൽ ആദ്യം നടക്കാൻ പോകുന്ന പരീക്ഷ SBI PO ആയിരിക്കും എന്ന് ഓൾറെഡി ഡിക്ലെയർ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. കഴിഞ്ഞ വർഷവും അങ്ങനെ തന്നെയായിരുന്നു, അല്ലെ? ഇപ്പൊ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, SBI POയുടെ സേഫ് അറ്റംപ്റ്റ് എത്രയാണ്? പ്രിലിംസ് ആണെങ്കിലും മെയിൻസ് ആണെങ്കിലും നമ്മൾ എത്ര അറ്റംപ്റ്റ് അല്ലെങ്കിൽ സേഫ് അറ്റംപ്റ്റ് കറക്റ്റ് ആയിട്ട് നമുക്ക് എത്ര മാർക്ക് അല്ലെങ്കിൽ എക്സ്പെക്ടഡ് കട്ട് ഓഫ് ഒക്കെ എത്ര വരും? ഇത് നമ്മൾ അറിയണമെങ്കിൽ കഴിഞ്ഞ 5 വർഷത്തെ കട്ട് ഓഫ് നമ്മൾ എന്ത് ചെയ്യണം? അനലൈസ് ചെയ്യണം, അല്ലെ? SBI PO പൊസിഷൻ കൊണ്ടാണെങ്കിലും എക്സാമിന്റെ ലെവൽ കൊണ്ടാണെങ്കിലും ഏറ്റവും ടോപ്പ് പൊസിഷനിൽ നിൽക്കുന്ന ഒരു ബാങ്കാണ് അല്ലെങ്കിൽ ബാങ്ക് എക്സാം ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രിപ്പറേഷൻ അത്ര അടിപൊളിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോയെങ്കിൽ മാത്രമേ നമുക്കൊരു SBI PO ആകാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്കൊരു കഴിഞ്ഞ 5 വർഷത്തെ പ്രിലിംസിന്റെയും മെയിൻസിന്റെയും കട്ട് ഓഫ് ഒന്ന് അനലൈസ് ചെയ്യാം. എങ്കിൽ എത്രയായിരിക്കും നമ്മുടെ പ്രിലിംസിന്റെയും മെയിൻസിന്റെയും ഒരു സേഫ് അറ്റംപ്റ്റ്, നമ്മൾ ഏത് ലെവലിലേക്ക് ഉയരണം എന്നുള്ളൊരു കാര്യം നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതിനു മുന്നേ ഒരു SBI PO ആകണമെങ്കിൽ എന്തൊക്കെ കടമ്പകൾ കടക്കണം? SBI POയുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ സെപ്പറേറ്റ് വേറൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങളൊരു ബിഗിനർ ആണ്, ഇപ്പൊ ഡിഗ്രിക്ക് ശേഷം ആദ്യമായിട്ടാണ് ബാങ്ക് എക്സാം വേൾഡിലേക്ക് ഇറങ്ങുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ആ വീഡിയോ കാണുക, കംപ്ലീറ്റ് ഡീറ്റെയിൽസ് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ നമുക്കൊരു SBI PO ആകണമെങ്കിൽ ആദ്യം ഒരു പ്രിലിംസ് എക്സാം ഉണ്ടാകും. അത് ക്വാളിഫൈ ചെയ്ത് മെയിൻസ് എഴുതണം. മെയിൻസും ക്വാളിഫൈ ചെയ്തതിന് ശേഷം നമുക്കൊരു സൈക്കോമെട്രിക് ടെസ്റ്റും ഒരു ഗ്രൂപ്പ് ഡിസ്കഷനും ഉണ്ടാകും. ഫൈനലി നമുക്കൊരു ഇന്റർവ്യൂ ഉണ്ടാകും, അല്ലെ? ഏറ്റവും വലിയ പബ്ലിക് സെക്ടർ ബാങ്കിലേക്കുള്ള ഓഫീസർ പോസ്റ്റ് ആണ്, പ്രൊബേഷണറി ഓഫീസർ പോസ്റ്റ് ആണ്, അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ക്വാളിറ്റിയിലേക്ക് ഉയരണം. നമുക്ക് ആ ക്വാളിറ്റി ഉണ്ടോ എന്നുള്ളത് ഇത്രയും പ്രോസസ്സിലൂടെയാണ് അവർ എന്ത് ചെയ്യുന്നത്? ടെസ്റ്റ് ചെയ്യുന്നത്. നമുക്ക് പ്രിലിംസിന് 3 സബ്ജക്റ്റാ പഠിക്കാനുള്ളത്. നമുക്ക് ഇംഗ്ലീഷിനാണ് വെയിറ്റേജ് കൂടുതൽ പ്രിലിംസിന്. 40 ക്വസ്റ്റ്യൻ 40 മാർക്ക്. അത് ചെയ്യാൻ ആകെ നമുക്ക് 20 മിനിറ്റ്സ് മാത്രമായിരിക്കും ടൈം കിട്ടുക. സെക്ഷണൽ ടൈമിംഗ് ഉണ്ട്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിനും റീസണിങ്ങിനും ഈക്വൽ വെയിറ്റേജ് ആണ്. 30 ക്വസ്റ്റ്യൻ 30 മാർക്ക്. രണ്ടിനും സെപ്പറേറ്റ് എത്ര ടൈം ഉണ്ട്? 20 മിനിറ്റ്സ്. അതായത് പ്രിലിംസിന് ടോട്ടൽ 1 അവറും ടോട്ടൽ 100 മാർക്സും. അപ്പൊ ഈ 100 മാർക്കിൽ എത്ര മാർക്ക് വാങ്ങണം നമുക്ക് നോക്കാം. മെയിൻസിലേക്ക് വരുമ്പോ ഈ 3 സബ്ജക്ട് മാത്രമല്ല, എക്സ്ട്രാ നമുക്ക് കറണ്ട് അഫയേഴ്സ് കൂടെ ചോദിക്കും. കൂടാതെ ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റും ഉണ്ടാകും. റീസണിങ് ആൻഡ് കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നെങ്കിലും 100% ക്വസ്റ്റ്യൻസും റീസണിംഗിൽ നിന്ന് തന്നെയായിരിക്കും. നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 40, പക്ഷെ മാർക്ക് 60 അത് മാത്രം ചെയ്യാൻ നമുക്ക് ആകെ 50 മിനിറ്റ്സ് മാത്രമായിരിക്കും ടൈം ഉണ്ടായിരിക്കുക. ഡേറ്റ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ നമ്മളുടെ മാത്സ് ആണ്. 30 ക്വസ്റ്റ്യൻ 60 മാർക്ക്. കിട്ടുന്ന ടൈം എന്ന് പറയുന്നത് 45 മിനിറ്റ്സ് ആണ്. ജനറൽ അവയർനെസ് അല്ലെങ്കിൽ ബാങ്കിങ് അവയർനെസ്സിന് 60 ക്വസ്റ്റ്യനും 60 മാർക്കും. ടൈം 45 മിനിറ്റ്സ് മാത്രമായിരിക്കും. ആൻഡ് ഇംഗ്ലീഷിന് 40 ക്വസ്റ്റ്യനും 20 മാർക്കും. ടൈം എന്ന് പറയുന്നത് 40 മിനിറ്റ്സ്. ഓക്കെ, ഡിസ്ക്രിപ്റ്റീവ് നമുക്ക് 50 മാർക്സിനായിരിക്കും. അതിന് കിട്ടുന്ന ടൈം എന്ന് പറയുന്നത് 30 മിനിറ്റ്സ് ആയിരിക്കും. അങ്ങനെ ടോട്ടൽ നിങ്ങൾ മാർക്സ് ഒന്ന് നോക്കിക്കേ. 60 + 60, 120 + 60, 180, then 180 + 20, 200, and 250 മാർക്സ് ആണ് നമ്മളുടെ മെയിൻസിന്റെ ടോട്ടൽ സ്കോർ എന്ന് പറയുന്നത്. അപ്പൊ പ്രിലിംസിനാണെങ്കിൽ 100ൽ എത്രയായിരിക്കണം നമ്മളുടെ ഒരു സേഫ് അറ്റംപ്റ്റ്, അതേപോലെ തന്നെ നമ്മളുടെ മെയിൻസിന് 250ൽ എത്രയാണ്. അപ്പൊ നമുക്ക് ആ 250ലും അല്ലെങ്കിൽ 100ലും കഴിഞ്ഞ 5 വർഷം വന്ന കട്ട് ഓഫ് എത്രയാണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ ഒരു ഐഡിയ കിട്ടും. നമുക്ക് കട്ട് ഓഫിലേക്ക് കടക്കാം. കട്ട് ഓഫ് ഡിപ്പെൻഡ്സ് ഓൺ, നമ്മൾ പറയും എന്തൊക്കെ കാര്യങ്ങളാണ് കട്ട് ഓഫ് തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ ഇത്രയായിരിക്കും കട്ട് ഓഫ് എന്ന് എന്തൊക്കെ ഫാക്ടേഴ്സിനെ വെച്ചിട്ടാണ് അത് ഡിസൈഡ് ചെയ്യുക. നമ്മൾ വേക്കൻസി മാത്രമാണ് നോക്കുന്നത്. പക്ഷെ വേക്കൻസി മാത്രമല്ല, വേക്കൻസി എന്നത് ഒരു ഫാക്ടർ മാത്രമാണ്. നമ്മുടെ ഇപ്പൊ SBI PO എന്ന് പറഞ്ഞ ഓൾ ഇന്ത്യ വേക്കൻസി ആണ്. അപ്പൊ എത്ര വേക്കൻസി ഉണ്ട് അതൊരു ഫാക്ടർ ആണ്. അത് കൂടാതെ എക്സാമിന്റെ ലെവൽ, നമ്മൾ പറഞ്ഞു ഏറ്റവും ടോപ്പ് ലെവൽ എക്സാം തന്നെയാണ് SBI. അപ്പോൾ പല ഷിഫ്റ്റുകളിലായിട്ടായിരിക്കും എക്സാം നടക്കുക. അപ്പൊ ചില ഷിഫ്റ്റ് ഇച്ചിരി ഈസി ആയിരിക്കും, ചില ഷിഫ്റ്റ് നല്ല ഹാർഡ് ആയിരിക്കും. അപ്പൊ എന്തായാലും നോർമലൈസേഷൻ ഉണ്ടാകും. പിന്നെ അത് കൂടാതെ എത്ര ആസ്പിറൻസ് എക്സാം എഴുതുന്നുണ്ട്, നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ്, എത്ര കാൻഡിഡേറ്റ്സ് എക്സാം എഴുതുന്നുണ്ട്. ഈ 3 ഫാക്ടർ ആണ് കട്ട് ഓഫ് എത്രയായിരിക്കും എന്ന്
തീരുമാനിക്കുന്നത്. അല്ലാതെ വേക്കൻസി മാത്രം നോക്കിയിട്ടല്ല കട്ട് ഓഫ് എത്രയായിരിക്കും എന്ന് തീരുമാനിക്കുക. നമുക്കൊരു കാര്യം ചെയ്യാം. കഴിഞ്ഞ ഒരു 5 വർഷത്തെ കട്ട് ഓഫ് നമുക്ക് പ്രിലിംസിന്റെയും മെയിൻസിന്റെയും നോക്കാം. 2025 വേക്കൻസി 541 ആയിരുന്നു. ആ വർഷം നമുക്ക് 100 കട്ട് ഓഫ് പ്രിലിംസിന്റെ വന്നത് 66.75 ഇത് ജനറൽ കാറ്റഗറിയുടെ കട്ട് ഓഫ് ആണ്. അപ്പൊ ബാക്കി ഏത് കാറ്റഗറി ആണെങ്കിലും ഇതിന് താഴേക്കായിരിക്കും വരിക. ജനറൽ കാറ്റഗറിയിൽ 66.75 ആയിരുന്നു പ്രിലിംസിന്. ആ കൊല്ലം മെയിൻസിന് ഔട്ട് ഓഫ് 250 വന്നിട്ടുള്ള സ്കോർ എന്ന് പറയുന്നത് 75. നിങ്ങൾ നോക്കിക്കേ, 250 200 ആണ് നമ്മുടെ സബ്ജക്ട്സ് എല്ലാം. 50 മാർക്സ് ഡിസ്ക്രിപ്റ്റീവ് ആണ്. എല്ലാം കൂടെയാണ് നമുക്ക് എത്ര വന്നേക്കുന്നത്? 75 ഔട്ട് ഓഫ് 250. ഈ 100ൽ കാണിച്ചിരിക്കുന്നത് നമുക്ക് ഈ മെയിൻസിന്റെ 250യും അത് കൂടാതെ നമുക്ക് ഗ്രൂപ്പ് ഡിസ്കഷനും ഇന്റർവ്യൂ ഉണ്ടാകും. അതെല്ലാം കൂടെ കണക്ക് കൂട്ടി, അതായത് ഗ്രൂപ്പ് ഡിസ്കഷനും ഇന്റർവ്യൂവും കൂടെ, ഗ്രൂപ്പ് ഡിസ്കഷൻ നമുക്ക് 20 മാർക്സിനും ഇന്റർവ്യൂ 30 മാർക്സിനുമാണ്. അങ്ങനെ അഗെയിൻ 250 + 50 300ലായിരിക്കും നമ്മുടെ സ്കോർ വരിക. അതിനെ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യും? പിന്നെ 100ലേക്ക് കൺവേർട്ട് ചെയ്തതിന്റെ മാർക്കാണ്, അല്ലെങ്കിൽ ആ ടോട്ടൽ മാർക്കാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഓക്കെ, അതപ്പോ ഇന്റർവ്യൂവിന് നമുക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാം അതിന്റെ അകത്തില് വരും. ഇതിപ്പോ നമുക്ക് എഴുതി മേടിക്കാൻ പറ്റുന്ന മാർക്കാണ് നമ്മൾ ഈ ആദ്യം പറഞ്ഞ 2 എണ്ണം. ഓക്കെ, 2024 600 ആയിരുന്നു വേക്കൻസി. 600 വേക്കൻസി ഉള്ളപ്പോ നമുക്ക് പ്രിലിംസിന്റെ കട്ട് ഓഫ് വന്നത് 61.75. എനിക്ക് തോന്നുന്നു നിങ്ങൾ ഒന്ന് അനലൈസ് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാകും 2025 ഏറ്റവും കൂടുതൽ SBI POക്ക് കഴിഞ്ഞ ഒരു 5 വർഷം നോക്കുമ്പോൾ ഏറ്റവും ഹയസ്റ്റ് കട്ട് ഓഫ് വന്നേക്കുന്നത് അല്ലെ. 2024 മെയിൻസിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 87.5 ആയിരുന്നു. കുറച്ചും കൂടെ ഹൈ കട്ട് ഓഫ് ആയിരുന്നു 2024. ഇവിടെ നോക്കിക്കേ, 541 വേക്കൻസി ഉള്ളപ്പോഴും 75, ഇവിടെ 600 വേക്കൻസി ഉള്ളപ്പോൾ 87 ആയി. അപ്പൊ ഒരിക്കലും വേക്കൻസി മാത്രമല്ല, എക്സാമിന്റെ ലെവലും കട്ട് ഓഫ് തീരുമാനിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ശ്രദ്ധിച്ചോണം. ആ കൊല്ലം 100ലേക്ക് കൺവേർട്ട് ചെയ്തപ്പം ആഫ്റ്റർ ഇന്റർവ്യൂ 46.24 ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. 2023 2000 വേക്കൻസി ഉണ്ടായിരുന്നു. 2025 24 ആണ് 541 600. 2023 2000 വേക്കൻസി ഉണ്ടായിരുന്നപ്പോ നമ്മുടെ പ്രിലിംസിന്റെ കട്ട് ഓഫ് ഇച്ചിരി കുറവായിരുന്നു, 59.25 ആയിരുന്നു. മെയിൻസിന്റെ കട്ട് ഓഫ് 70 ഉള്ളായിരുന്നു അല്ലെ. അത്രയും വേക്കൻസി ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, 100ലേക്ക് വന്നപ്പോ 44.60 ആയിരുന്നു. 2022 1673 വേക്കൻസി ഉള്ളപ്പോ 59.50 ഓൾമോസ്റ്റ് സെയിം തന്നെയായിരുന്നു കട്ട് ഓഫ് വന്നിട്ടുണ്ടായിരുന്നത്. മെയിൻസിന്റെ കട്ട് ഓഫ് പക്ഷേ 88.93ലേക്ക് വന്നു. ആൻഡ് 2021 നോക്കുമ്പോ 2056 വേക്കൻസി ഉള്ളപ്പോ 63 കട്ട് ഓഫ് വന്നേ അല്ലെ. മെയിൻസിന്റെ കട്ട് ഓഫ് ഔട്ട് ഓഫ് 250 94.85. 100ലേക്ക് വരുമ്പോ 53.40 ആയിരുന്നു. 2022 48.12. നമുക്ക് പ്രിലിംസ് മാത്രം ഒന്ന് നോക്കിയാലോ. ഔട്ട് ഓഫ് 100 2025 ഏറ്റവും ഹയസ്റ്റ് കട്ട് ഓഫ് വന്നിരിക്കുന്നത് 66.75. ബാക്കിയെല്ലാം നമ്മൾ നോക്കുമ്പോൾ 60ക്ക് അടുപ്പിച്ചാണ്. ഇവിടെ 61 ഉണ്ട്, ഇവിടെ 2 59, ഇത് മാത്രമാണ് 61ഉം 63. അപ്പൊ നമ്മൾ എന്തായാലും ഏറ്റവും ഹയസ്റ്റ് കട്ട് ഓഫ് പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ 66.75 ആണ്. ഈ വർഷവും നമ്മൾ ഓൾമോസ്റ്റ് ഇതേപോലെ 600+ വേക്കൻസീസ് ആണ് പ്രതീക്ഷിക്കുന്നത്. നമുക്കറിയില്ല, എന്തായാലും വേക്കൻസി വരുമ്പോൾ മാത്രമായിരിക്കും നമുക്കത് അറിയാനായിട്ട് പറ്റുക. അപ്പൊ എന്തായാലും 66.75 കഴിഞ്ഞ വർഷം കട്ട് ഓഫ് വന്നെങ്കിൽ ഓൾമോസ്റ്റ് നമ്മൾ ഈ ഇയറും അത് തന്നെ പ്രതീക്ഷിച്ച് നമ്മൾ മുന്നോട്ടേക്ക് പഠിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. എന്തായാലും 65+ അറ്റംപ്റ്റ്, അത് 100% ആക്യുറസി ഉണ്ടായിരിക്കണം. നെഗറ്റീവ് മാർക്കുള്ള എക്സാം ആണ് നമ്മളുടെ ബാങ്ക് എക്സാം. ഓക്കെ, മെയിൻസിലേക്ക് വരുമ്പോൾ ഏറ്റവും ഹയസ്റ്റ് കട്ട് ഓഫ് 2021 94.85. അപ്പൊ എന്തായാലും 90+ അറ്റംപ്റ്റ് എന്തായാലും നമുക്ക് മെയിൻസിന് വേണം അല്ലെ. അപ്പൊ നമ്മളൊരു സേഫ് അറ്റംപ്റ്റ് ഇത്രയും വർഷത്തേത് വെച്ച് നോക്കുമ്പോൾ പിന്നെ ഓരോ വർഷവും എക്സാമിന്റെ ലെവൽ അനുസരിച്ചിട്ട് ഉറപ്പായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. നമ്മളൊരു 5 വർഷത്തെ എടുത്തിട്ട് അനലൈസ് ചെയ്യുന്നതാണ്. അപ്പൊ ഏറ്റവും ഹയസ്റ്റ് നോക്കിയിട്ട് ഞാൻ പറയുന്നത് നിങ്ങൾ എപ്പോഴും സേഫ് അറ്റംപ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് പുറകോട്ടുള്ള ഒരു 5 വർഷം നോക്കിയിട്ട് അതിൽ ഏറ്റവും ഹയസ്റ്റ് ഏതാ വന്നത് ഓൾമോസ്റ്റ് അത്രയും ആയിരിക്കണം. 100% ആക്യുറസിയോട് കൂടിയിട്ടുള്ള സേഫ് അറ്റംപ്റ്റ് ഉണ്ടെങ്കിൽ ഷുവർ ആയിട്ട് നമ്മൾ കയറും. നമ്മൾ എപ്പോഴും SBI POയുടെ കേസ് പറയായിരുന്നു, ഒരു 60+ അറ്റംപ്റ്റ് അല്ലെങ്കിൽ 60+100 മാർക്ക് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ പ്രിലിംസ് കയറും. പക്ഷെ നമുക്ക് 100% ആക്യുറസി ഉണ്ടായിരിക്കണം. ഇവിടെ 60+ അല്ല 66 വന്നു 2025.
അപ്പൊ 2026 ഓൾമോസ്റ്റ് നമ്മൾ അങ്ങനെ തന്നെ പ്രതീക്ഷിക്കുക, അത്രയും കട്ട് ഓഫ് തന്നെ ആയിരിക്കും എന്നുള്ള രീതിയിൽ ഇപ്പോൾ തന്നെ നമ്മൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം. ഓൾറെഡി നമ്മൾ നേരത്തെ സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ളതായിരുന്നു. എങ്കിലും മേ ബി ഇപ്പം ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ട് ബാങ്ക് എക്സാംസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആസ്പിറൻസ് ഉണ്ടായിരിക്കും. അപ്പൊ അവർക്കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്, ഇന്ന് തൊട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. കഴിഞ്ഞ പ്രാവശ്യം എഴുതിയ ആസ്പിറൻസ് ഉണ്ടായിരിക്കും. അപ്പൊ എവിടെയാണ് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് പ്രിലിംസ് കിട്ടാതെ പോയത്? SBI PO പ്രിലിംസ് ആയതുകൊണ്ട് തന്നെ ആ ഒരു ലെവല് തന്നെ ആയിരിക്കും എക്സാം വരിക. നമ്മുടെ പ്രാക്ടീസ് ആ ലെവലിലേക്ക് എത്തണം, എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ജോലിയിലേക്ക് എത്താൻ പറ്റൂ, ആ ഒരു ക്വാളിറ്റിയിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഒരുപാട് പേര് നമ്മളോട് ചോദിക്കുന്നുണ്ട്, നമുക്ക് SBI PO ആൻഡ് SBI ക്ലർക്കിന് വേണ്ടിയിട്ട് പുതിയ ബാച്ച് ഉണ്ടോ, അല്ലെങ്കിൽ SBI POയ്ക്ക് വേണ്ടിയിട്ട് പഠിച്ചാൽ ബാക്കി എക്സാംസ് ഒക്കെ ക്രാക്ക് ചെയ്യാൻ പറ്റുമോ? യെസ്, നമുക്കറിയാം എല്ലാ ബാങ്ക് ആൻഡ് ഇൻഷുറൻസ് എക്സാമിന്റെയും സിലബസ് സെയിം ആണ്. നിങ്ങൾ SBI POയ്ക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യണം എന്ന് ഞാൻ പറയുന്നതിന്റെ റീസൺ, SBI PO ഓഗസ്റ്റിലാണ് അല്ലെ. അപ്പൊ ഓഗസ്റ്റിലേക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഇപ്പോഴേ പ്രിപ്പയർ ചെയ്യുമ്പോൾ അത് കഴിഞ്ഞ് വരുന്ന ഒരുപാട് എക്സാംസ് ഉണ്ട്. IBPS PO, IBPS ക്ലർക്ക്, SBI ക്ലർക്ക്, RRB PO, RRB ക്ലർക്ക്, ഇതെല്ലാം അത് കഴിഞ്ഞ് വരുന്ന എക്സാം ആണ്. SBI PO ലെവലിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്താൽ അതിന് താഴോട്ടുള്ള ലെവലാണ് ബാക്കി എല്ലാ എക്സാമും. SBI PO 100% കൊടുത്ത് നിങ്ങൾ പഠിക്കാൻ റെഡി ആണെങ്കിൽ ബാക്കി എല്ലാ എക്സാംസും നിങ്ങൾക്ക് നന്നായിട്ട് എഴുതാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴേ നമ്മൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറയുന്നത്. ചിലർ പറയും എനിക്ക് SBI PO വേണ്ട, എനിക്ക് ബാക്കിയുള്ള എക്സാംസ് മതി, SBI PO ടഫാണ്. നിങ്ങൾ അങ്ങനെ ചിന്തിക്കേണ്ട, നിങ്ങൾ എല്ലാ എക്സാംസും എഴുതുക. അതിന് വേണ്ടിയിട്ട് SBI POയ്ക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ താഴോട്ടുള്ള എല്ലാ എക്സാംസും കിട്ടും. നമ്മൾ 10ാം ക്ലാസ്സിൽ വരുമ്പോൾ നമുക്ക് 7ാം ക്ലാസ്സും 8ാം ക്ലാസ്സും ഒക്കെ എളുപ്പമല്ലേ, അതേ കാര്യം തന്നെയാണ്. ആ ലെവലിൽ നമ്മൾ പ്രിലിംസ് ആണെങ്കിലും മെയിൻസ് ആണെങ്കിലും പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അതിന് താഴോട്ട് വരുന്ന എല്ലാ എക്സാംസും നമുക്ക് എന്തായിരിക്കും, എളുപ്പമായിരിക്കും. ഓക്കെ, ആ ഒരു കാര്യം കൊണ്ട് തന്നെയാണ് നമ്മൾ ഇപ്പോഴേ അതിന് വേണ്ടിയിട്ട് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറയുന്നത്. അപ്പൊ പുതിയ ബാച്ച്, ബേസ് തൊട്ടുള്ള ഒരു ബാച്ച് ഉണ്ടോ എന്ന് ഒരുപാട് ആസ്പിറൻസ് നമ്മളോട് ചോദിക്കുന്നുണ്ട്. യെസ്, അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബാച്ചാണ് SBI PO ആൻഡ് ക്ലർക്ക് ബാച്ച്. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാകും, SBI PO ആൻഡ് ക്ലർക്കിന് മാത്രമാണോ? എല്ലാത്തിന്റെയും സിലബസ് സെയിം ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 100% പ്രിലിംസിന്റെയും മെയിൻസിന്റെയും സിലബസ് കവർ ചെയ്യുകയും അതുകൂടാതെ നിങ്ങൾ മെയിൻസ് ഒക്കെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഇന്റർവ്യൂ പ്രിപ്പറേഷൻ ഗൈഡൻസും എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ആരാണ് ക്ലാസ്സസ് എടുക്കുക? നമ്മൾ തന്നെയായിരിക്കും. റീസണിങ് ഞാനായിരിക്കും, ക്വാണ്ടം നിഖിൽ സാറും ഹരിസാറും കൂടെ ആയിരിക്കും, ഇംഗ്ലീഷ് രേവതി മിസ് ആൻഡ് കറണ്ട് അഫയേഴ്സ് അനുശ്രീ മിസ് ആയിരിക്കും എടുക്കുക. നമ്മൾ സൈലം ബാങ്കിങ് ടീം തന്നെ ആയിരിക്കും നിങ്ങൾക്ക് എല്ലാ ക്ലാസ്സസും എന്ത് ചെയ്യുക, എടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫീസ് എന്ന് പറയുന്നത് 6,999 ആണ് നമ്മുടെ ഫീ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക April 15 സോ ഇപ്പോൾ തന്നെ നിങ്ങൾ ബാച്ചിൽ ജോയിൻ ചെയ്യുക. വിഷ് യു ആൾ ദ വെരി ബെസ്റ്റ്. നമുക്ക് നന്നായിട്ട് ഈ വർഷത്തെ SBI POയ്ക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യണം. സോ അപ്പൊ നമുക്ക് നേരിൽ ക്ലാസ്സിൽ കാണാം.